ഹായ്, ഇത് ഞാൻ ഒരു ചെന്നൈയിലുള്ള ലക്ഷ്മി ബോട്ടിക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയാണ്. അവർക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെബ്സൈറ്റ് ത്രൂ വാങ്ങിയാണ്. അവർ ഈ ഡേറ്റ് ഇൻസ്റ്റയിൽ ഒരു നവംബർ ലാസ്റ്റ് വീക്ക് അവർ ഒരു റെഡ് സാരിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് ഒരു റെഡ് സാരി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കറക്റ്റ് ടൈം അവരൊരു പോസ്റ്റ് ഇട്ടു സാരിയുടെ. അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ എനിക്കിത് കിട്ടിയത് ആഫ്റ്റർ 1 മന്തിലാണ്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, അത് നമുക്ക് വാട്സപ്പിൽ ചോദിച്ചു നോക്കാം, ഇതുണ്ട് കസ്റ്റമർ കെയർ ഉണ്ട്. അപ്പോൾ അവരോട് 7 ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കത് ഒരു 3 വീക്ക് കഴിഞ്ഞിട്ട് അവർക്ക് ഡിസ്പാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ട് ഞാനിട്ട് മെയിൽ അയച്ചു. മെയിൽ ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോഴാണ് അവരുടെ അടുത്ത് പറഞ്ഞത് 7 ഡേയ്സ് ഡിസ്പാച്ച് ആയിട്ടില്ല, ബൾക്ക് ഓർഡർ വന്നുകൊണ്ട് പ്രീ ഓർഡർ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കിത് അതുകൊണ്ടാണ് ടൈം എടുത്തത്. കസ്റ്റമർ കെയറൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഞാൻ മെയിൽ അയച്ചപ്പോൾ മെസ്സേജ് ചെയ്തപ്പോൾ തന്നെ വിത്തിൻ 1 or 2 hours എനിക്ക് അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഹാർഡായിട്ടാണ് മെയിൽ അയച്ചത്. കാരണം എനിക്ക് 7 ഡേയ്സ് ഡിസ്പാച്ച് ചെയ്യുന്ന സാധനം എനിക്ക് 1 മന്തായിട്ട് കിട്ടാത്തപ്പോൾ ഞാൻ അവർ മെയിൽ അയച്ചു. അപ്പോൾ തന്നെ അവരെനിക്കൊരു 2 hours എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നു. ഈ വീക്ക് ആയിരിക്കും, കാരണം ബൾക്ക് ഓർഡർ വന്നുകൊണ്ടാണ് ഡിലേ ആയത്. സോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കോൾ ചെയ്തു. അപ്പം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റില്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരതിന് ഓക്കെ ആയിരുന്നു. പക്ഷേ അവരെന്നോടൊന്നും ഈ വീക്കിൽ അയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇത്രയും ഞാൻ വെയിറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും റീഫണ്ട് എടുത്തില്ല. ഞാൻ ഒരു വീക്ക് കൂടി വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ആ വീക്കിനുള്ളിൽ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടി. ഓൾറെഡി പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് ഇവരുടെ പേജ്, ബോട്ടിക്കിൻ്റെ പേര് ലക്ഷ്മി ബോട്ടിക് എന്നാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇൻസ്റ്റയിലൊക്കെ കുറേ അവർ പോസ്റ്റ് അത്യാവശ്യം നല്ലതായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് നല്ല വലിയ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. അറിയത്തില്ല, ചെന്നൈ ബേസ്ഡ് ആണ്. ഒരു ലേഡി നടത്തുന്നതാണ്. പേര് ഓർക്കുന്നില്ല. ഇതാണ് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. ചിലപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാവും, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ആ ലേഡി, ഇതാണ് ഈ ബോട്ടിക്കിൻ്റെ ഓണർ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു വാം സിൽക്കിൻ്റെ ഒരു സാരിയാണ്. ഇതാണ് സാരി, റെഡ് കളറിൽ വന്നിട്ട് സാരി. ഇതൊരു ചില്ലി റെഡ് വന്നിട്ട് അതിന് ഗോൾഡൻ ബോട്ടാസ് വരുന്ന സാരിയാണ്. ഇതാണ് സാരി വരുന്നത്. ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ്. മുന്താണി മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഇത്രയുള്ള മുന്താണിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇതാണ്. ഫുൾ ബോഡി തന്നെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് 5.5 മീറ്റർ സാരിയും 80 സെൻറ്റിമീറ്റർ ബ്ലൗസ് പീസും ആണെന്ന് ഞാൻ മെഷർമെൻറ്റ് ചോദിച്ചു. അറ്റാച്ച്ഡ് അല്ലേ, പിന്നെ ഇതിൻ്റെ എത്രയാണ് ലെങ്ത് എന്നൊക്കെ അറിയിച്ചു. അവരോട് പറഞ്ഞു 5.5 മീറ്റർ സാരിയും പിന്നെ 80 സെൻറ്റിമീറ്റർ ബ്ലൗസും ആണെന്നുള്ളതാണ്. ഇതാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ച് നെഗറ്റീവായിട്ട് പറയുകയാണ്, ഒട്ടും ഫിനിഷിങ് അല്ല. കാരണം ഈ ബോർഡറൊക്കെ നോക്കി കാണാം, ഒരു ഫുൾ ത്രെഡ് ഇങ്ങനെ പുറത്തോട്ടാണുള്ളത്. പിന്നെ ഒരു 1 ടൈം നമ്മൾ സാരിയൊക്കെ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അയൺ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നും അയൺ ചെയ്യാണ്ട് എനിക്ക് തന്നത്. ഫുൾ ഇങ്ങനെ തന്നെ ചുളിഞ്ഞിട്ട്, ബോഡി മൊത്തം ചുളിഞ്ഞിരിക്കുന്നത്, അയൺ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ബോർഡറിൽ അത്ര ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ബോഡി ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഫുൾ നൂല് പൊന്തി കിടക്കുകയാണ്. അങ്ങനത്തെ പ്രോപ്പർ ഫിനിഷിംഗ് ഒന്നുമില്ല. ഇത് വന്നത് 1500 രൂപ. 1500 രൂപയായിരുന്നു വിത്തൗട്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഹാൻഡ്ലിംഗ്, അവരുടെ പ്ലാറ്റ്ഫോം ഹാൻഡ്ലിംഗ് ഫീ വേണ്ടി സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ കണ്ടപ്പം നല്ല സാരി, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി
അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞ വാം സിൽക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ക്വാളിറ്റി എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഫുൾ ഇതന്നെ ബോഡിയിലൊക്കെ ഇങ്ങനെ നൂല് ഇങ്ങനെ പൊന്തിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്യാവശ്യം സൈഡിൽ. പിന്നെ ബോർഡർ ഒന്ന് കംപ്ലീറ്റ് ബോർഡറിൽ ഇതേപോലെ തന്നെ ഫുൾ നൂല് പൊന്തിക്കിടക്കുന്നതുമാണ്. പിന്നെ അവരുടെ ഫോട്ടോ നല്ല രസമായിട്ടാണ് കണ്ടത്. മേ ബി ഫോട്ടോൻ്റെ വീഡിയോ ഫോട്ടോസ് എടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അത്ര അങ്ങോട്ട് എനിക്ക് ഓക്കെയാണ് എനിക്കിത് അറിയത്തില്ല. എനിക്ക് സാരി വന്ന് നല്ല ഫുൾ ഒരു ഫസ്റ്റ് സാരി വാങ്ങുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അയൺ ചെയ്തിട്ടുണ്ടാവും. ഇത് അയണൊന്നും ചെയ്യാതെ ഫുൾ ബോഡി ചുളിഞ്ഞിട്ടായിരുന്നു ഉള്ളത്. അറിയത്തില്ല ബൾക്ക് ഓർഡർ വന്നപ്പോൾ അവർ പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്തതാണോ, ഫുൾ നൂലൊക്കെ പൊന്തി കിടക്കുന്നുണ്ടായിരുന്നു. ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി വാങ്ങിയതാണ് ഞാൻ. അറിയത്തില്ല ഞാൻ കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. ഇതാണ് സാരി വാങ്ങിയത്. വാം സിൽക്കിലാണ് സാരിയും അത്ര വെയിറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് വാം സിൽക്കിൻ്റെ സാരി എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഉടുക്കാൻ സിമ്പിളായിരിക്കും. എല്ലാവരും ഈ നൂലിങ്ങനെ പൊന്തിക്കിടക്കുന്നുണ്ട്, ബോഡിയിലും ഉണ്ട് അത്യാവശ്യം നൂലിങ്ങനെ പൊന്തിക്കിടക്കുന്നത്. ഞാനിത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നിട്ട് റീഫണ്ട് എടുത്താൽ മതിയായിരുന്നു എന്ന്. അതിൻ്റെ തല്ലിയോണ്ട് ഈ സാരി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്താണ് ഈ സിൽക്കും കാര്യം ഇതേ ഉള്ളൂ. ബ്ലൗസും ഇതേ സെയിമാണ്. ഒന്നാണ് ഞാൻ കാണിച്ചാൽ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേജിൽ നിന്ന് ഓർഡർ ചെയ്യാം. വേറെ കുറേ സാരികളൊക്കെ അവർക്കുണ്ട്, അറിയില്ല. ഞാൻ ഇനി ഓർഡർ ചെയ്യുമ്പോൾ സംശയമാണ്. എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ മുകളിലും പോയി കിടക്കുന്നുണ്ട്. പിന്നെ വെട്ടിക്കളയേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും പോകാൻ തുടങ്ങും. അറ്റ്ലീസ്റ്റ് സാരി ഇട്ട് നമുക്ക് അയൺ ചെയ്തിട്ട് പോലും കിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത നെഗറ്റീവ് ഫീലായിട്ട് എനിക്ക് തോന്നി. അറിയില്ല. ഇതാണ് ഞാൻ പുതിയ സാരി. കളർ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിലേക്ക് നല്ലൊരു വെളിച്ചത്തും നമ്മൾ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും. ഒരു ഗ്രീൻ കളർ ചോക്കറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഗ്രീൻ സ്റ്റോണിൽ ചോക്കറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും അറിയില്ല. ഇതാണ് എൻ്റെ പുതിയ സാരി. ഇങ്ങനെ വരും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ കയ്യിൽ വേറെ സാരികളൊക്കെ ഉണ്ട്. നല്ല വിലയുടേതും വില കുറഞ്ഞതിൻ്റെ ഒക്കെ സാരി ഓഫറൊക്കെ ഇടുന്നത് കാണാം. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓഫറൊക്കെ ഇടുന്നത് കാണാം. ഇതാണ് എൻ്റെ പുതിയ പർച്ചേസ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്.